ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൂർ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഹസ്ബൻഡിൻ്റെ വീട് ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ല ഞാനിപ്പോൾ താമസിക്കുന്നത്. കാരണം ഹസ്ബൻഡിൻ്റെ വീടൊക്കെ നമ്മൾ വിറ്റു എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. അത് അങ്ങനൊരു കഥയാണത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. നമ്മുടെ റിച്ചോട്ടം കണ്ടില്ലേ, നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, ഇല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ വിശേഷം മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹോം ടൂർ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് സാമ്പാറാണ് കേട്ടോ. തേങ്ങ അരയ്ക്കാത്ത സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം രാവിലെ ഏട്ടൻ്റെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് തേങ്ങ നിറയ്ക്കാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്നാണ് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീട്രൂട്ട് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ ചിരവിട്ടിട്ട് ഒരു തോരനും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തതാണ് കേട്ടോ. ഉണക്കമീനാണ് അത്. പച്ചമീനൊന്നും ഇപ്പോൾ ഇവിടെ അങ്ങനെ വരാറില്ല. കാരണം പച്ചമീനൊക്കെ ഇപ്പോൾ വില കൂടി. പിന്നെ ഇപ്പോൾ പച്ചമീനൊന്നും അങ്ങനെ ആരും കഴിക്കുന്ന പോലും ഇല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇപ്പം എന്തായാലും ഉണക്കമീനും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പച്ചമുളക് വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വരുന്നത്. ഇനി നമുക്ക് ഹോം ടൂർ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് വീട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുൻപുള്ള വഴിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് മുൻപുള്ള വഴി. അപ്പോൾ ഈ വഴിയൊക്കെ ഞാൻ ചില വീഡിയോകളിലൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആ റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് ഇതാണ് നമ്മുടെ വീട് വരുന്നത്. ഇത് ഷെഡാണ്. ഇതാണ് നമ്മുടെ ഷെഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വീഡിയോകളിലൊക്കെ നമുക്കൊരു ഷെഡും കൂടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ എൻ്റെ ഭർത്താവിൻ്റെ വീട് വിറ്റതിന് ശേഷം അച്ഛൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ വാടകയ്ക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് ഇവിടെ ഷെഡ് കെട്ടി താമസിച്ചോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ ഷെഡ് കെട്ടാനുള്ള സ്ഥലം എന്താണ്. അപ്പം ഞങ്ങളവിടെ ചെറിയൊരു ഷെഡ് കിട്ടിയതാണ് കേട്ടോ. പിന്നെ വീടും പിന്നെ ആ ചെറിയൊരു ഇത് കാണുന്നത് അടുക്കളയുടെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ കെട്ടിയിട്ടുള്ള ഷെഡ്. അപ്പോൾ ഷെഡിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിൽ കാരണം കൊണ്ട് ഞാൻ കുറേ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വീടിൻ്റെ മുകളിൽ കാണുന്ന വീടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള ആളുകൾ തന്നെ ആയിരുന്നു കേട്ടോ. അതെന്നെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയൊരു മറ്റേ കല്യാണമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബന്ധുവിന് ശേഷം ഏട്ടനെ നാട് കടത്തിയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് വന്ന ആളുകളാണ്. പിന്നെ ആ വീട് ഇപ്പം ഞങ്ങൾ കടങ്ങൾ കാരണം കൊണ്ട് ഞങ്ങൾ വിറ്റതാണ് കേട്ടോ. ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു നമുക്ക്. ആ കടങ്ങൾ കാരണം കൊണ്ട് നമ്മൾ വിറ്റു നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും അത് ഏട്ടൻ്റെ പേരിൽ തന്നെയാണ്. അത് റേഷനിങ് നടത്തിയിട്ടില്ല. അവർ 2 മാസത്തിനുള്ളിൽ റേഷൻ നടത്താമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പകുതി പൈസ നമുക്ക് തന്നിട്ടുള്ളൂ. പിന്നെ ബാങ്കിൽ 5 ലക്ഷം രൂപ കട ഉണ്ടായിരുന്നു. ആ കട അവർ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞു. അവരാണെങ്കിൽ ഇപ്പോൾ ആ കടം അടയ്ക്കുന്നുമില്ല. ഇപ്പോൾ ഏട്ടൻ്റെ പേരിൽ ഇങ്ങനെ ബാങ്കിൽ നിന്ന് നോട്ടീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജപ്തിക്ക്. അപ്പോൾ ഇപ്പോഴും ഏട്ടൻ്റെ പേരിൽ തന്നെയാണ്. അങ്ങനെ വലിയൊരു ചതിയിലൂടെയാണ് ഇപ്പം ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിലൊരു സോഫയും പിന്നെ ഒരു കസേരയും കാര്യങ്ങളും ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ വീടിൻ്റെ പണിയാണെങ്കിൽ നമുക്ക് നിലംപണി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ 2 റൂം ഇനിയും തേക്കാനുണ്ട്, അടുക്കള എടുക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും ബാക്കി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഒരു ഭാഗത്ത് സോഫ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു റൂമാണ്. ഈ റൂമും തേച്ചിട്ടില്ല. ഈ റൂമിൻ്റെ പണിയും ഇനിയും കിടക്കുകയാണ്. പിന്നെ നമ്മുടെ റിച്ചൂട്ടിനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ റൂം. അവർ രാവിലെ നല്ല ഉറക്കത്തിലാണ്. പിന്നെ രാവിലെ 5 മണിക്ക് എണീറ്റതാണ് കേട്ടോ. എണീറ്റ് കളിക്കാൻ തുടങ്ങിയതായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവന് വീണ്ടും ഉറക്കം വന്ന് അങ്ങനെ കുളിപ്പിച്ച് ഉറക്കി കിടത്തിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ നേരെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാളിൽ വേറെ ഒരു റൂമും കൂടിയുണ്ട്. ഇതും വരുന്നത് ബെഡ്റൂം തന്നെയാണ്. പക്ഷേ നമ്മൾ അടുക്കള എടുക്കാത്ത കാരണം കൊണ്ട് തൽക്കാലം ഗ്യാസ് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു അടുക്കളയായിട്ട് ഇത്
കൊണ്ടുപോവുകയാണ്. ഇവിടെയാണ് ഗ്യാസിലുള്ള പാചകവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഇരുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ ഈ റൂമിലിൻ്റെ സ്വിച്ച് ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആണ്. നല്ല കംപ്ലൈൻ്റ് ഉണ്ടായി. റൂമിൻ്റെന്ന് മാത്രമല്ല, മൊത്തം ഈ വീടിനുള്ളിൽ സ്വിച്ച് ബോർഡുകളും മൊത്തം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് എന്താ പറയുക, ഇനിയൊന്നൊക്കെ ഒന്ന് നേരാക്കിയിട്ട് വേണം. അതിനും ഒരുപാട് പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം ഒന്ന് അഴിച്ചുപണി വേറെയും കിടക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. ചുമരൊന്നും തേച്ചിട്ടില്ല. ഇനിയും വീടിൻ്റെ പണികളൊക്കെ ഇനി ബാക്കി കിടക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോകുന്നത് അടുക്കളയിലേക്കാണ്. ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് രാത്രി അമ്മയാണ് അവിടെ കിടക്കുന്നത്. അച്ഛൻ കിടന്ന കട്ടിലായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയിലേക്ക് കിടക്കുന്ന ഒരു വാതിലാണിത്. അത് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പാചകപ്പുര. നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇപ്പം ചെറിയൊരു ഷെഡാണ്, ടാർപ്പായ കൊണ്ട് നമ്മൾ തൽക്കാലത്തിന് കെട്ടിയിട്ടുള്ളൊരു ഷെഡാണ്. ചുമരൊന്നും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കെട്ടിയിട്ടില്ല. അപ്പോൾ മഴക്കാലമായ ഭയങ്കര പ്രശ്നമാണ്, ചോർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് ഞാൻ ചോറും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു അടുക്കളയുടെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഷോർട്സിലായിട്ടും വീഡിയോകളിലായിട്ടും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുപ്പിൽ കത്തിക്കുന്നതായിട്ടും ഒക്കെ ആയിട്ട് ചില ഷോർട്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത്. അപ്പോൾ ഇവിടെ പാത്രങ്ങൾ കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ഉയരൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ അവിടെ ആ ഹോൾ ഓഫീസിൻ്റെ കല്ലിൽ ഇരുന്നിട്ട് കഴുകണം, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കുനിഞ്ഞിട്ട് കഴുകണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുരങ്ങന്മാർ. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് വരാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അടുപ്പിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ടും തെങ്ങുമെന്ന് 2 ഇളനീരൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. തെങ്ങിലൊന്നും ഇളനീരൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല, ഒന്നും ഉണ്ടാവാൻ സമ്മതിക്കില്ല. കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒന്ന് ചുറ്റുപാടൊന്ന് നട്ട് പിടിപ്പിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. കാരണം ഇവർ വന്നിട്ട് ഇവർ കൂട്ടമായിട്ട് വന്നിട്ട് ആണ്. ഇവർ ഒരാളോ 2ആളോ 3ആളോ അങ്ങനെ ഒന്നല്ല. ഇവർ വരുമ്പോൾ ഒരു കൂട്ടമായിട്ടാണ് വരിക. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഇവരെ ഓടിച്ച് വിടാനും ഒക്കെ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മരത്തിന് മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അതൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ലേ, വാഴയൊന്നും ഇപ്പോൾ ഈ കൊല കണ്ടിട്ടാണ് ഈ ഒരു പരിസരത്തു കൂടെ കടന്ന് കറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ ഒരു ഹോം ടൂർ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.